ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, എനിക്കിന്ന് കിട്ടിയ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ എങ്ങനെ ഒരു നല്ല വ്യക്തിയാവാം, എങ്ങനെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകാം എന്നുള്ളതാണ്. ഇത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ഇതിൻ്റെ നല്ലൊരു വ്യക്തിയാണെന്നുള്ളതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ ഏറ്റവും ചുരുക്കിയ രീതിയിൽ ഇതിൻ്റെ ഒരു വിവരണം എന്ന് വെച്ചാൽ ഇസ്ലാം അനുശാസിക്കുന്ന ഒരു രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഏറ്റവും വേണ്ടത് ഇസ്ലാം അനുശാസിക്കുന്ന ഏറ്റവും ചുരുക്കിയ വിവരണമാണ് അത്. ഇസ്ലാം അനുശാസിക്കുന്ന എന്താണോ, ഇസ്ലാം നല്ലത് മാത്രമേ നമ്മളെ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറയുന്നുള്ളൂ. അക്കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നല്ലതോ മോശമാക്കുന്നത് ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഒരു ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കുന്നത് അയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളും, മോശം വ്യക്തിയാക്കുന്നത് അയാൾ ചെയ്യുന്ന മോശം പ്രവൃത്തികളും. ഇങ്ങനെ മോശം പ്രവൃത്തികൾ തടയാനും ഒറ്റൊരു കാരണമാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് ഈ മരണം ഒരു മനുഷ്യന് നേല് പോലെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അയാൾ മരിക്കുന്നത്, അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് പോകുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ആ തെറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും അയാൾ മരിക്കുന്നത്. അതിന് ഈ ഒരു ചെറിയൊരു കാര്യം ചിന്തിച്ചാൽ മതി. മരണം എപ്പോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരാൾ ചിന്തിച്ചാൽ ഒരാൾക്കൊരു മോശം വ്യക്തിയാകാനാവില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ പ്രസംഗം ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട്